പങ്ക്യാമന്റെ വിവാഹ നിശ്ചയം തീരുമാനിച്ചല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പോണേന്നൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ? അതിപ്പോ തീരുമാനിക്കാൻ വണ്ടി പിടിച്ചങ്ങ് പോകണോ? അതല്ല, എന്താ ഒന്നും ഉടുക്കണ്ടേ പോവാൻ? പിന്നെ ഉടുക്കാതെ പോകാൻ പറ്റുമോ പെണ്ണെ? അപ്പച്ചി പറഞ്ഞാണ് കാര്യം. അപ്പൊ എന്തെങ്കിലും ഉടുക്കണല്ലോ, അതിന് ഡ്രസ്സ് എടുക്കണ്ടേ? ആ കാര്യം സംസാരിക്കാനാണ് ഈ ചർച്ച. അതിനു വേണ്ടിട്ടാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? അത് ശരി, ഞാൻ വിചാരിച്ചു വേറെന്തോ വലിയ കാര്യാന്ന്. ഇത് വലിയ കാര്യാണമ്മേ. എന്റെ കുമാരി, ഇത് നിശ്ചയല്ലേ, ഇതിന് നമുക്ക് ഉള്ള ഡ്രസ്സൊക്കെ ഇടാം. കല്യാണത്തിന് പുതിയ ഡ്രസ്സ് എടുക്കാം. അയ്യ അമ്മ, അതൊന്നും പറ്റൂലേ. നിശ്ചയത്തിന് പുതിയ ഡ്രസ്സ് തന്നെ വേണം. ഇപ്പോഴേ ഈ കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയസിൽ വരും. അപ്പൊ നമ്മൾ പഴയതൊക്കെ ഇട്ട് നിന്ന് നാണക്കേടാ. അതുകൊണ്ട് പുതിയ ഡ്രസ്സ് തന്നെ വേണം. പുതിയ ഡ്രസ്സ് വേണം. നമുക്ക് ഭൂരിപക്ഷം എടുക്കാം. വേണമെന്നുള്ളൊരു കൈമുക്ക്. അതിന്റെ പൊക്കി കൈമുക്ക് മേടിക്കണം മേടിക്കണം. എന്താ പിന്നെ പുതിയത് എടുക്കാം. എന്നാ പിന്നെ നാളെ തന്നെ ഞാൻ ജമാലിനോട് വരാൻ പറയാം, വണ്ടിയും കൊണ്ട് നമുക്ക് തുണിക്കടയിൽ പോയി തുണി എടുക്കാം. നാളെ പോവാലേ? നാളെ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാ മേടിക്കണ്ടേന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. അവിടെ ചെന്ന് വെറുതെ ബഹളം വെക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഇത് മതി, എനിക്ക് അത് മതി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാൽ തുണി എടുക്കൽ നടക്കുകയല്ല. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പച്ചിയും അമ്മയും ഉമ്മയും കൂടെ ഒരുമിച്ച് വെക്കോ. ഞാനും കുമാരേച്ചി ഒരുമിച്ച് വെക്കോളാം. അത് ശരിയാടി. അതാവുമ്പോ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ തുണി കൊടുത്തോണ്ട് അങ്ങ് പോയാൽ മതി. ഞാൻ നിശ്ചയത്തിനും വരുന്നില്ല. ഞാൻ മജീദിക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ തന്നെ പോവും. പിന്നെ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് നിന്നിട്ട് ഇപ്പൊ എന്നെ വയസ്സായവരോട് കൂട്ടിയില്ലേ? അയ്യോ, നീ എന്ന് മുതലാടി സുലു ചെറുപ്പമായത്? ഞാൻ ചെറുപ്പക്കാരി തന്നെ ആയിരുന്നല്ല, ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരെ സ്റ്റിൽ യങ്. എന്താ കണ്ടോ കണ്ടോ, ഇപ്പോഴേ ബഹളം തുടങ്ങി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോയാൽ മതി. അങ്ങനെ രണ്ടായിട്ടൊന്നും പോണ്ട. അമ്മ ഒന്നിച്ച് തന്നെ പോകുന്നേ. ഒരു കടയിൽ നമ്മൾ ഒന്നിച്ച് കേറുമ്പോ എല്ലാരും കൂടി ഒരു സ്ഥലത്തുനിന്ന് വാങ്ങോ? പലതും പല സ്ഥലത്തായിരിക്കില്ലേ? അപ്പൊ ഞാൻ ഷാനയും കൂടെ മാറിപ്പോയി വാങ്ങണ കാര്യം പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങനെ മാറിപ്പോണ്ട, ഞാനും നിങ്ങളുടെ കൂടെ. എന്നാ വന്നോ? അല്ല, നിങ്ങൾക്ക് തുണിയെടുത്ത് തന്നിട്ട് ഞാൻ ഇവരോട് പോയി. അയ്യോ, ഒത്തിരി വിഷമിക്കണ്ട, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എടുത്തോളാം. അപ്പൊ എനിക്ക് കാണണ്ടേ? പിന്നെ കാണിക്കാനല്ലല്ലോ എടുക്കുന്നത്. അപ്പൊ ചുമ്മാ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട് കേട്ടോ, ഞാനൊന്നും മിണ്ടുന്നില്ല. മതി, ഇത് വഴക്ക് കൂടാൻ വേണ്ടി വിളിച്ചല്ലോ. ഞാൻ വഴക്ക് കൂടിയില്ലല്ലോ. അപ്പൊ നാളെ പോകുന്നു, ഒരു കടയിൽ നിന്ന് എടുക്കുന്നു, അത്രയും തീരുമാനമായല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പലരും പലതായിട്ട് പോണെന്ന് വിചാരിക്കുന്നതേ, പലർക്കും പല കളറിലുള്ള ഡ്രസ്സും പല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതുകൊണ്ടേ ഞാൻ ഒരു ഐഡിയ പറയാം. നമുക്ക് എല്ലാവർക്കും ഒരേ കളറിലുള്ള ഡ്രസ്സ് ഇട്ട് പോയാലോ? അത് നല്ലതാ. ഇതന്നെ ജാഥയ്ക്ക് പോവാണോ? ഈ തള്ള സമ്മതിക്കത്തില്ല. എന്റെ പൊന്നപ്പച്ചി, ഇപ്പൊ ഒരേ കളറിലുള്ള ഡ്രസ് ഇട്ട് പോകുന്നതാ ഫാഷൻ അല്ലേ ചേച്ചി? അപ്പച്ചി, എന്റെ വെല്ലിച്ചന്റെ മോളുടെ കല്യാണം ഉണ്ടായില്ലേ ഈ ഇടയ്ക്ക് പാലക്കാട്? അവിടെ എല്ലാരും മജന്ത കളർ ഡ്രസ്സായിരുന്നു. ആണോ? എന്നാലേ എന്റെ വെല്ലിച്ചന്റെ മോടെ കല്യാണത്തിന് ഇങ്ങനെയുള്ള മജന്ത കളറൊന്നും ഇല്ല. എന്റെ വല്യച്ഛന്റെ മോളെ കല്യാണമൊന്നും ഇല്ലായിരുന്നല്ലോ. നീ അങ്ങനെ അറിഞ്ഞത്? അല്ല, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഇനി അതും പറഞ്ഞ് ബഹളം വെക്കണ്ട അമ്മേ. ഒരേ കളർ ഡ്രസ് ഇടാം. കുമാരി, നീ ഇപ്പൊ പറഞ്ഞ കളർ എന്തായിരുന്നു? മജന്ത. അത് നല്ല കളറാ. നമുക്ക് എന്നാ മജന്ത കളറാക്കാം. അയ്യോ, അത് വേണ്ട. അതിപ്പോ വല്യച്ഛന്റെ മോള് കണ്ടാ വിചാരിക്കത്തില്ലേ നമ്മൾ അവരുടെ കോപ്പി അടിച്ചതെന്ന്? അത് വേണ്ട. പിന്നെ ഏത് കളർ വേണം? ഞാൻ പറയട്ടെ ഒരു കളർ. മഞ്ഞ. എന്നാ പിന്നെ മുന്തിരിയുടെ കളറില്ലേ, അതാവുമ്പോ എല്ലാവർക്കും ചേരും. അല്ല കുമാരി, ഈ മുന്തിരി എന്ന് പറയുമ്പോ ചുമന്ന മുന്തിരി ഉണ്ട്, പച്ചമുന്തിരി ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്. ഈ ഉണക്കമുന്തിരി തന്നെ മഞ്ഞ മുന്തിരി ഉണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്. ഇതിൽ ഏത് മുന്തിരിയാ? ഈ ജ്യൂസ് ഒക്കെ അടിക്കില്ലേ, ആ ജ്യൂസ് മുന്തിരി, അതായത് ചുമപ്പ്. വൈൻ റെഡ്. എടി കുമാരി, ഇവിടെ മുന്തിരി കച്ചവടത്തെ പറ്റി സംസാരിക്കാനാണോ ഇവിടെ കൂടിയിരിക്കുന്നത്, അതോ ഡ്രസ് വാങ്ങിയതായത്തെ പറ്റി ചർച്ച ചെയ്യാനാണോ? അതെ അപ്പച്ചി, ഡ്രസ്സിന്റെ കളറാ പറയണേ. വൈൻ റെഡ് ആവുമ്പോ എല്ലാവർക്കും ചേരൂലോ. കളർ എന്തോ നിശ്ചയ. അതെ കുമാരേച്ചി, ഈ വൈൻ റെഡ് ഒക്കെ ഭയങ്കര കോമൺ, എല്ലാരും ഇടുന്നതാ. നമുക്ക് വേറെ കളർ ആലോചിക്കാം. നമുക്കേ നീല കളർ ആയല്ലോ, പൊന്മാൻ നീല. ഏതാണ്ട് ഇതല്ലേ? ഇത് നല്ലല്ലേ അപ്പച്ചി? നല്ല കളറാ. ഇത് നല്ലതാ. നല്ലതാ. അപ്പൊ നമുക്ക് അത് തീരുമാനിക്കാം അല്ലേ നാത്തൂനെ? അത് മതി. അപ്പൊ കളർ ഫിക്സ് ആയേ. കളർ ഫിക്സ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ എന്ത് ഡ്രസ് ഇടണം എന്നുള്ള തീരുമാനിക്കണം. അതെ, എന്ത് ഡ്രസ് വേണം? നമുക്കേ ലെഹങ്ക ഇട്ടാലോ? ലെഹങ്ക? അതെന്താ സാധനം? ലെഹങ്ക ഇല്ലേ അമ്മ, ഇങ്ങനെ പാവാടയും ബ്ലൗസും ഷോളൊക്കെ ആയിട്ട്. അയ്യേ, ഞാനതൊന്നും ഇടൂല. ബലരാമേട്ടനെ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നാണോ? എനിക്ക് സാരി മതി. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം.
ഈ വയസ്സായി ഇവർക്ക് രണ്ടുപേർക്ക് സാരി എടുത്തിട്ട് നമുക്ക് 3 പേർക്ക് ലഹങ്ക. എന്നാ പിന്നെ അപ്പച്ചി ഒരു കാര്യം പറയാം. വയസ്സായ സീതാലക്ഷ്മിക്കും എനിക്കും സുലുവിനും സാരി എടുത്തിട്ട് പിള്ളേർക്ക് രണ്ടുപേരും ഈ പറഞ്ഞ സാധനം എടുക്കാം. ഹലോ ഞാൻ എന്തിരണോന്നേ ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ അപ്പച്ചിയും കുപ്പച്ചിയൊന്നും അല്ല. അത് നീ തീരുമാനിക്കുന്ന നിന്റെ വീട്ടിൽ. ഇത് കൊട്ടിലപ്പാട്ട കാര്യങ്ങൾ കുട്ടിലപ്പാട്ടല്ല, എവിടാന്ന് പറഞ്ഞാലും എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. തറയെ നിക്കടി. ഞാൻ ലഹങ്ക ഇടും. ഒന്ന് നിർത്താവോ? എന്തായാലും ഡ്രസ്സിന്റെ കളർ തീരുമാനിച്ചല്ലോ, നീല എന്നുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും സാരി മതി, അതാ നല്ലത്. എല്ലാവർക്കും സാരിയോ? അത് മതി. അതാ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എല്ലാരും പഴയ ഡ്രസ്സ് ഇട്ട് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. തീർന്നില്ല. ഞാൻ ലഹങ്ക ഇടും. ഈട്ടോ ഇനി അത് തന്നെ പറയല്ലേ, സാരി മതി, പുതിയത് വേണോ? വരവ് ഒന്നും സമ്മതിക്കത്തില്ല. ഇങ്ങനെ ചില വീട്ടിലുണ്ട്, ചില കുടുംബത്തുണ്ട് ഇങ്ങനത്തെ കുറെ എണ്ണങ്ങള്. എന്റെ ഞാൻ ലഹങ്ക ഇടും. നീ ഇടിയേല. ഞാൻ ഇടുമെന്ന് വെച്ചാ ഇടും. ഞാൻ ലഹങ്ക ഇടിയേലെന്ന് പറഞ്ഞാ നീ ഇടിയേലടി. എന്നാ പിന്നെ ഞാൻ സാരി കൊടുക്കും. നിനക്ക് വന്നോ? കളരി പഠിച്ചിട്ടുണ്ടോ? നീ ഉദ്ദേശിക്കുന്ന ആളല്ല ബാലാമണി. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലഹങ്ക ഇട്ടു. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നമ്മളെല്ലാരും കൂടി നീലയിട്ടോണ്ട് അങ്ങോട്ട് എന്നാലേ കല്യാണം നിശ്ചയം നടക്കുന്ന പന്തല് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കളി നടക്കുന്ന സ്റ്റേഡിയം പോലെ ആയി. ഞാനും അത് തന്നെ മജീദേ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് വേറെ ഒരു കളറും കിട്ടിയില്ലയോ? അല്ല, നീലയ്ക്ക് എന്താ ഇപ്പൊ ഒരു കുഴപ്പം? ഞങ്ങള് മാത്രം നീല ഇടുന്നെന്ന് വിചാരിച്ചിരിക്കുവാണോ? നിങ്ങള് നീല ഷർട്ട് തന്നെ ഇടുന്നത്. നമ്മളെല്ലാരും നീലയൊക്കെ ഇട്ടിട്ട് 5 മണിയിലോട്ട് ചെന്ന് അങ്ങ് ഇറങ്ങും. അത് കിടക്കൂല. നിങ്ങൾ സ്ത്രീകൾ വേണേ നീല കിട്ടോ, പക്ഷെ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അതൊന്നും പറ്റൂല അല്ലേ? നീലയ്ക്ക് എന്താ പ്രശ്നം? ഇനിയിപ്പോ നീല നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിലേ നമുക്ക് പച്ചയില് ചുമന്ന പുള്ളികളുള്ള അങ്ങനത്തെ ഉൾപ്പെടുത്താലോ? അത് വേണ്ട. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പോയാലേ കല്യാണ നിശ്ചയത്തിന് എനിക്ക് അമ്പിളിക്കാൻ മിസ് ചെയ്യും. അയച്ചോടാ, എന്നാ പിന്നെ വേണ്ട, നീല ഫിക്സ്. അല്ല, ഞാൻ നീ ചോദിച്ചോട്ടെ, എല്ലാരും ഈ ഒറ്റ കളർ യൂണിഫോം ഇട്ടോണ്ട് സ്കൂളിൽ പോവാന്നോ? എന്റെ അച്ഛൻ അങ്ങനെ പറയല്ലേ. ഇവിടെ ഇനി വേറെ കല്യാണമൊന്നും ഉടനെ നടക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ വാപ്പ ഇപ്പൊ ഒരേ കളറിൽ ഡ്രസ് ഇട്ട് പോകുന്നതാ ട്രെൻഡ്. ഇനിയിപ്പൊ അങ്ങനെ നമ്മൾ ഇട്ട് പോയില്ലെങ്കിലേ 5 മണിക്കാരെ വിചാരിക്കും നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാന്ന്. അതുകൊണ്ടേ നമ്മളെല്ലാരും ഒരേ കളറിൽ ഡ്രസ് ഇട്ട് പോയാ മതി. കൂട്ടത്തിൽ ഇളയത് ഞാനാണല്ലോ. അപ്പൊ ഒരേ കളറിൽ ഡ്രസ് ഇട്ട് പോയില്ലെങ്കിലേ അവര് വിചാരിക്കും ഞാൻ ഒട്ടും ട്രെൻഡി അല്ലാന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ ട്രെൻഡി അല്ലാന്ന് ആരെ കൊണ്ട് പറയിക്കാൻ ഞാൻ സമ്മതിക്കൂല. അവൾ എന്ത് തുണി പറയുന്ന അതെല്ലാരും ഇട്ടാ മതി. ഓ ആയിക്കോട്ടെ. ഇനിയിപ്പോ ആ കാര്യത്തിൽ തർക്കം വേണ്ട. എല്ലാവർക്കും നീലയെങ്കിൽ നീല. എന്താ ബലരാമേട്ട? പിന്നെ ബലരാമേട്ട, എല്ലാവർക്കും പോവാൻ വേണ്ടിട്ട് ഞാനൊരു മിനി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. AC ബസ്സാണോ വാപ്പ? സൈഡിലെ ഗ്ലാസ് തുറന്നിട്ടാ മതി, നല്ല AC കിട്ടും, കാറ്റ്. എന്റെ വാപ്പയല്ല, ഈ വാപ്പ ഏൽപ്പിക്കണ്ടായിരുന്നു. ഏതെങ്കിലും ചക്കട വണ്ടി ആയിരിക്കും. നല്ല AC വണ്ടിയൊക്കെ വിളിച്ചെനിക്ക് കല്യാണം നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയവും സാവകാശവും നീ തന്നില്ലല്ലേ. എന്റെ കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്താ? എന്റെ കല്യാണം നടക്കാൻ ഹെൽപ്പ് ചെയ്ത പങ്ക്യാമന്റെ കല്യാണം നടത്താനുള്ള ഭാഗ്യം വാപ്പയ്ക്ക് ഉണ്ടായില്ലേ? എന്തിനേക്ക് എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അങ്ങനൊക്കെ സംഭവിച്ചോണ്ടല്ലേ നമുക്ക് ഈ നല്ല തറവാട്ടി വന്ന് താമസിക്കാനും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ പറ്റിയത്. ഇനിയിപ്പോ അതൊന്നും പറയണ്ട. അതൊക്കെ ശരി തന്നെ. പക്ഷെ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ അറിയാതെ തികട്ടി വരും. മനഃപൂർവ്വമല്ല സുലു, സത്യമായിട്ട് ബലരാമേട്ട, മനഃപൂർവ്വമല്ല, അറിയാതെ വന്നു വന്നതാ. അവള് പറഞ്ഞ ശരി തന്നെ. ഇപ്പൊ അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പങ്ക്യമ്മാവന്റെ കല്യാണത്തിന് കൂടെ നിന്ന് എല്ലാം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. ആ സന്തോഷമുണ്ട് എന്തായാലും. ഇതാ മജീദേ, കാലത്തിന്റെ കാവ്യനീതി. എങ്ങനെ? എന്റെ ഒരു പഴയ നാടകത്തിന്റെ പേരാ കാലത്തിന്റെ കാവ്യനീതി. ബലരാമേട്ട, എന്തായിരുന്നു ആ നാടകത്തിന്റെ കഥ? നാടകത്തിന്റെ കഥയെന്ന് പറയുന്നത്, മകളുടെ കല്യാണം നടത്താൻ കഴിയാത്ത ഹതഭാഗ്യനായ ഒരു അച്ഛൻ. ആ അച്ഛൻ പിന്നീട് മകളുടെ കല്യാണം നടത്തിയ ബ്രോക്കറുടെ കല്യാണം നടത്തുന്ന കഥയായിരുന്നു അത്. എന്നിട്ട് നാടകം ഹിറ്റായിരുന്നോ? ഒരു സ്റ്റേ കളിച്ചുള്ളൂ. കാണുന്നറിയോ, ഈ കഥ ആളുകൾക്കും കൂടെ മനസ്സിലായില്ല. അപ്പൊ ആരായിരുന്നു ഈ നാടകത്തിന്റെ കഥ എഴുതിയത്? BR കൊട്ടിലപ്പാട്ട്. അതാര്? ഈ അറിയില്ലേ?
ഞാൻ തന്നെ. ബലരാമേട്ട നാടകമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കല്യാണ നിശ്ചയം നമുക്ക് ഗംഭീരമാക്കാം. എന്ത് കുറവെന്നാലും നിങ്ങൾ വിഷമിക്കണ്ട, എന്നോട് പറഞ്ഞാൽ മതി, അതെല്ലാം ഞാൻ ഏറ്റു. പങ്കിയമ്മാവന്റെ കല്യാണ നിശ്ചയം നമുക്ക് പൊളിക്കണം. പച്ചപ്പനങ്കിളിത്തട്ടേ ഇതെന്തെല്ലാരും ഇങ്ങനെ ഇരിക്കണേ? ഈ വിജു പി സി എന്തോ വലിയ കാര്യം പറയാണ്ട് തന്നെ പിടിച്ചു വെച്ചിരിക്കുക. ഒന്നും മിണ്ടുന്നില്ല ഇയാള്. ബിജുവേ, കാര്യം എന്താന്ന് വെച്ചാ പറ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അതെ, കാശ് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ ഇത്ര ആക്ടിങ് വേണ്ട, പറഞ്ഞാൽ മതി, തന്നേക്കാം. കാശിന്റെ ഒന്നും അല്ലെന്ന്. പിന്നെന്താ? സാധാരണ മുക്കിലോ മൂലയിലോ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ കാണാറുള്ളൂ ഇത്. പക്ഷെ ഇതിപ്പോ അങ്ങനാണോ? നാട്ടിൽ മൊത്തം ഒട്ടിച്ചേക്കുമല്ലേ? ഒട്ടിക്ക്? എന്തൊട്ടിച്ചു? നമ്മുടെ പങ്കിയമ്മാവനും പങ്കിയമ്മാവന്റെ പാർട്ടിയിൽ ഒരു നേതാവുണ്ടല്ലോ, ഒരു സ്ത്രീ, സരസമ്മ. സാറാമ്മയാണ്. അതെ, സാറാമ്മ. സാറാമ്മയും പങ്കിയമ്മാവനും കൂടെ എന്തോ പ്രണയമാണെന്നോ അവിഹിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നാട് മൊത്തം പോസ്റ്റർ ഒട്ടിച്ചേക്കുവന്ന്. പോസ്റ്ററോ? ആ, ആരൊട്ടിച്ച്? എവിടെ ഒട്ടിച്ച്? ആരാടാ ചെമ്പാടിത്തരം കാണിച്ചത്? തെമ്മാടിത്തരമാണെന്ന് എനിക്കറിയാം, പക്ഷെ ആരെ ഒട്ടിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. അച്ഛാ, അമ്മാവനും സാറമ്മനും കൂടി ഇവിടെ പദയാത്ര നടത്തുന്നുണ്ടല്ലോ, അതിനെതിരായിട്ട് എതിർ പാർട്ടിക്കാർ ചെയ്തിരിക്കുന്നത്. ഓ അങ്ങനെയാണോ? ആ. ഓ അങ്ങനെയാണെങ്കിൽ ഇത് ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. എടാ, ഇതില് എത്രയോ വലിയ മഹാന്മാരെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത്. ബലരാമേട്ട, അത് മഹാന്മാരെ പറ്റി, ഇത് പങ്കിയമ്മാവനെ പറ്റി. എന്നാലും വല്ലാത്തൊരു കൊലച്ചതിയായി പോയിട്ടോ അത്. ഒരു മിനിറ്റേ, ഒരു ഫോൺ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അമ്മ. പരമാവട്ടെ. ഞാനിവിടെ ചെക്കൻ്റെ വീട്ടിൽ കൊട്ടിലപ്പാട്ടുണ്ട്. ചെക്കൻ്റെ വീട്ടില്ല, പാർട്ടിയുടെ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തു പോയേക്കുന്നു. സാറാമ്മയോ? സാറാമ്മ ചെക്കൻ്റെ പാർട്ടിയിലെ ഒരു നേതാവാ. ഞാൻ അങ്ങോട്ട് വരാം മാധവേട്ട. ഓക്കെ, ശരി. എന്തിനാ പെണ്ണിന്റെ അമ്മാവൻ വിളിച്ചേ? അല്ല, ഈ സാറാമ്മയെ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും പോസ്റ്റർ കണ്ടിട്ടുള്ള വിളിയാണ്. ഞാനിനിയിപ്പോൾ അവിടെ ചെന്ന് എന്തോ പറയും എൻ്റെ ഈശ്വര. അതെ, ഈ മാങ്ങയുടെ മാവിന് കല്ലേറുണ്ടാവുള്ളൂ പറഞ്ഞേക്ക്. ശരി, ഈ മാങ്ങയുടെ മാവിന്റെയും കാര്യം ഫ്രൂട്ട്സ് കടയിലല്ലേ ചെന്ന് പറയാൻ പറ്റൂ. ഇതിപ്പോ പെണ്ണിന്റെ അമ്മാവനാ വിളിച്ചേക്കുന്നത്. ആ ബ്രോക്കർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചാഞ്ഞ മുമ്പിലെ പാഞ്ഞ് പറഞ്ഞ എളുപ്പമാണ്, അത് പറഞ്ഞാൽ മതി. ഈ പഴഞ്ചൊല്ലെല്ലാം കൂടെ ഞാൻ അവിടെ ചെന്ന് പറയേണ്ട കാര്യം എന്താ? എന്തായാലും വിളിച്ചല്ലയോ, സംഭവം എന്താന്ന് ഞാൻ ചോദിക്ക്. ചോദിക്കാല്ലേ? ശരി. ശരി. എന്തു പറയൂ ഈശ്വര. ഈ അമ്മാവന്റെ ഒരു കാര്യം വല്ല കുഴപ്പമുണ്ടാവോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലടാ. വാ. അമ്മായി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ പങ്കിയമ്മാവനെതിരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്നത്? അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചാട്ടാ. എടാ, അവന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അല്ലടാ, അവനെതിരെ പോസ്റ്റ് ഒട്ടിച്ച ആരായിരിക്കും? ആരോട് ചോദിക്കണോ വെച്ചാ? എന്നാലും എന്റെ കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഇതാരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചെങ്കിലും അവൻ നശിച്ചു പോവുള്ളൂ. ഇതെന്തിനമ്മ ഇങ്ങനെ പ്രാകണത്? പിന്നെ പ്രാവാണ്ട് പങ്കിയമ്മാവൻ ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ, അതിലാരെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ. ആരായാലും കോണം പിടിക്കാണ്ട് പോട്ടെ. ഇങ്ങനെ പ്രാഗല്ലേ? അതും ഒരു അമ്മ പെറ്റ കുഞ്ഞല്ലേ, എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന്. എടാ, എനിക്ക് തോന്നുന്നേ അവന്റെ സ്വന്തം പാർട്ടിക്കാരനായിരിക്കും ഈ പോസ്റ്റർ ഒട്ടിച്ചത്. കറക്റ്റ്. എതിർ പാർട്ടിയിലെ ശത്രുക്കളെക്കാൾ കൂടുതൽ ശത്രുക്കൾ അവന്റെ സ്വന്തം പാർട്ടിയിൽ അവൻ എപ്പോഴും പറയാനില്ലോടാ. പിന്നെ ഈ പങ്കിയമ്മാവനും സാറാമ്മ നടന്നുള്ള ഫ്രണ്ട്ഷിപ്പേ ആർക്കും സഹിക്കണ്ടാവില്ല. അവര് ഫ്രണ്ട്ഷിപ്പ് കളിച്ചു നടക്കാൻ അവരെന്താ കോളേജ് കുട്ടികളാ? അവന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞതാ ഈ പാർട്ടി കാര്യങ്ങളും സാറാമ്മയായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന്. അതിനെങ്ങനെയാ ഞാൻ പറഞ്ഞ അവൻ കേൾക്കുവോ?
ഓ എന്നാലും ആ പോസ്റ്റർ ഒട്ടിച്ചവൻ നശിച്ചു പോവുള്ളൂ. എന്റെ അമ്മായി ഈ പുട്ടിന് പീര് കിട്ടുന്ന പോലെ ഇടക്കിടക്കത്തിന് പ്രാകണത്. അതിന് നിനക്കെന്താ കുഴപ്പം? ആ തെറ്റിയവരുടെ തലയിൽ ഇടുത്തി വീണോട്ടെ. ഓ എന്റെ അപ്പുണ്ണി, അവൻ ചിലപ്പോ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്താണെങ്കിലോ, ഇപ്പൊ കുറ്റബോധം കൊണ്ട് നീറി അലഞ്ഞു നടക്കുകയാണെങ്കിൽ ഈ പ്രാഗൊക്കെ അമ്മയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? സീതേ, ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ടേ. അല്ല, കാര്യമൊക്കെ കാര്യം തന്നെയാണ്, കാര്യമാക്കണം. എടാ ഉത്തമ, 2 പോസ്റ്റർ ഒട്ടി ഞാൻ വിചാരിച്ചു ഇത് ആര് കാണാനാ? അല്ലെങ്കിൽ തന്നെ ഇവിടെ അവരവരുടെ കാര്യം തന്നെ നോക്കാനും ഇവിടെ ആർക്കും സമയമില്ല. അമ്മാവൻ പുറത്തോട്ട് ഇറങ്ങാഞ്ഞിട്ടാ 2 പോസ്റ്ററാ. ആൾക്കാരുടെ നോട്ടം കിട്ടുന്ന എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് ഓഫീസിൽ ഒട്ടിച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ ഒട്ടിച്ചിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് സ്റ്റാൻഡിലെ മൂത്രപ്പുര വരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നീ അറിഞ്ഞ? ഇതിപ്പോ ഓരോരുത്തർ പറഞ്ഞായിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. ഉത്തമ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് 2 പേരും കൂടി പോയിട്ടേ ഈ പോസ്റ്റർ മുഴുവൻ വലിച്ചോണ്ട് കീറിയാലോ? ആ പോസ്റ്ററിന്റെ താഴത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പോസ്റ്റർ കീറണവന്റെ കൈതല്ലി ഓടിക്കുന്നു. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ പങ്കിമാനും സാറാമേടും തമ്മിൽ അവിഹിതമൊന്നുമില്ല, അവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ പോസ്റ്റർ നമുക്ക് 2 കൂടെ ഒട്ടിച്ചാലോ? ഓ എന്റെ അപ്പുണ്ണി, നീ ഇത്ര മണ്ടനാടാ. പറഞ്ഞിട്ടില്ലേ പോസ്റ്റർ ഒട്ടിക്കാന്ന്? എടാ, ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പറഞ്ഞ വലിയ സംഭവമാണ്, വലിയ ചെലവ് തന്നെ കാര്യം അത്. എന്ത് ചെലവ്? നമ്മൾ ഫോട്ടോ എടുക്കുക, അത് ഡിസൈൻ ചെയ്ത് വലിയ പോസ്റ്റർ ആക്കി എടുത്തതിന് ശേഷം മൈദ മേടിച്ചിട്ട് മൈദ കട്ട പിടിക്കാതെ അടപ്പത്ത് വെച്ച് വേവിച്ച് കുറുക്കി എടുത്തിട്ട് അത് മതിലിൽ ഇങ്ങനെ തേച്ചിട്ട് നല്ല വടി തീയിലങ്ങ് ഒട്ടിക്കുക. മനസ്സിലായ? ഇതൊക്കെ വലിയ പണിയാണ്. ഇതും പോരാ നട്ടപ്പാതിരാത്രി വേണം ഇത് നടന്ന് ഒട്ടിക്കാനായിട്ട്. അതിനൊക്കെ CCTV ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ഇത്രയും പങ്കപ്പാട് ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട്. ഓ ഇനി ഞാനില്ല. നിനക്കങ്ങനെ എത്ര ശീലമൊക്കെ? ഈ തമിഴ്നാട്ടിലെ വിജയുടെ പോസ്റ്റർ ഇല്ലേ, ഇത് മൊത്തം ഞാനാ ഒട്ടിക്കുന്നത്. അപ്പൊ വിജയ്ക്ക് അവിഹിതം ഉണ്ടോ അവിടെ? നീ ഇനി വർത്താനം പറഞ്ഞാൽ നിന്റെ വായിലും പോസ്റ്റർ ഒട്ടിക്കൂട്ടാ. എന്നാലും ആ പോസ്റ്റർ ഒട്ടിച്ചവന്റെ തല തെറിച്ചു പോട്ടെ. എന്റെ അമ്മായി, ആ പോസ്റ്റർ ഒട്ടിക്കാനുള്ള കഷ്ടപ്പാട് ഇപ്പൊ ഞാൻ പറഞ്ഞു തീർന്നുള്ളൂ, എന്നിട്ടും പ്രാകണ. അമ്മായിക്ക് കണ്ണിച്ചോരയില്ലേ? അപ്പുണ്ണി, നമ്മളിനി എന്ത് ചെയ്യൂടാ? ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. തൽക്കാലം ഇനി ഈ പോസ്റ്ററിന്റെ കേസ് കുത്തിപ്പൊക്കണ്ട, അതങ്ങനെ പോട്ടെ. ഇനിയിപ്പോ ഈ പോസ്റ്ററിന്റെ പേരിൽ പങ്കിയമ്മാവന്റെ കല്യാണം അങ്ങനെ മുടങ്ങുവാണെങ്കിലേ അത് നമ്മുടെ വിധിയാന്ന് കരുതി അങ്ങ് സമാധാനിക്കുക. അല്ല, പങ്കി എന്താ പറഞ്ഞടി? ഇതൊക്കെ അവൻ അറിഞ്ഞിട്ട്? അവനൊന്നും പറഞ്ഞില്ല. അവന്റെ മനസ്സാകെ തകർന്നിട്ടുണ്ടാവും, പാവം. സാറാമ്മയുടെ സ്വന്തം പങ്കിയേട്ട്. സാറാമ്മ മനസ്സ് വെച്ചാൽ ഈ പാർട്ടി ഓഫീസ് നമുക്ക് മണിയറയാക്കും. ആലുവാപ്പുഴ അറബിക്കടലിലാണെങ്കിൽ സാറാമ്മ പങ്കജാശനുള്ളതാ. അതങ്ങനല്ല, ഇലവഴിഞ്ഞിപ്പുഴയല്ലേ കറക്റ്റ്. ഇതാരാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത്? നാട് പിന്നെ നന്നാക്കാം, ആദ്യം നമുക്കൊന്നാവാം. കൊള്ളാം, അത് കൊള്ളാം. പാർട്ടി ഓഫീസിലെ പ്രണയകാവ്യം നമുക്ക് പാർക്കാം പാർട്ടി ഓഫീസിൽ. കൊള്ളാലോ, എല്ലാം ഭയങ്കര സാഹിത്യപരമായിട്ട് എഴുതിയേക്കുന്നല്ലേ. എന്ത് കൊള്ളാന്ന് മജീക, ഇത് ഭയങ്കര ചതിയായി പോയി ആര് ചെയ്താലും. എന്നാലും കൊട്ടിലപ്പാട്ട് തറവാട്ടിന്റെ മതിലിന്റെ മുകളില് പോസ്റ്റർ ഒട്ടിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നെന്നാ? അതിന് ധൈര്യമൊന്നും വേണ്ടല്ലോ, അതിന് ആയുധമാവോ അവിടെ. എന്റെ അപ്പുണ്ണിയേട്ടാ, ഇന്നീ മതിലിലൊട്ടിച്ചവരെ നാളെ വീട്ടിൽ കയറി വന്ന് അവിടുത്തെ ചുവരിലൊട്ടിക്കും. ആ വീട്ടിലെ ചുമരിലൊട്ടിച്ചാലേ അവര് വിവരം അറിയും, അമ്മ ഇളകും. അത് പിന്നെ ഇളകാതിരിക്കോ? സ്വന്തം സഹോദരനെ കുറിച്ച് ഇങ്ങനെ അപവാദം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഏത് സഹോദരിയും പ്രതികരിക്കും. അതൊന്നല്ല, വീട്ടിലെ ചുമര് വൃത്തിയേടാക്കിയാലേ അമ്മക്ക് സഹിക്കൂല. അതിനുശേഷം അമ്മക്ക് സഹോദരനൊക്കെ ഉണ്ടാവുള്ളൂ. സുലു, നീ എന്താ അതിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നത്? സുൽത്താത്തേക്ക് നല്ല വിഷമായി തോന്നുന്നു അല്ലേ? വിഷമായപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ ചെറിയ ചെറിയ പോസ്റ്ററുകൾ ഇങ്ങനെ ഒട്ടിക്കുന്നതിന് പോലെ ഇവരൊരു വലിയ ഫ്ലെക്സ് ഇവിടെ ഒട്ടിച്ച് വെച്ചിരുന്നെങ്കിൽ ഈ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ നല്ല സുഖമായിട്ട് കാണാമായിരുന്നല്ലോ. ഇതിപ്പോ കുഞ്ഞു കുഞ്ഞു പോസ്റ്ററുകൾ ഒട്ടിച്ച് വെച്ചേക്കുന്നു. അത് തന്നെയല്ല, ഈ 4 എണ്ണം ശരിയായിട്ടുണ്ട്. ഈ നടുക്ക് നിൽക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, നാട് പിന്നെ നന്നാക്കാം ആദ്യം നമുക്ക് ഒന്നാവാം. ആ പോസ്റ്ററിൽ സാറാമ്മ മേഡത്തിന്റെ ലുക്ക് അത്ര ശരിയായിട്ടില്ല, ഒരു കട്ടുമില്ല. ഇത് ആരാണോ ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്? അതെ, ഇത് ഡിസൈൻ നന്നാക്കാൻ സിനിമാ പോസ്റ്റർ ഒന്നല്ല, നിരപരാധികളായ 2 ആൾക്കാരെ കുറിച്ചുള്ള അപവാദമാണ് എഴുതി വെച്ചിരിക്കണേ. അവര് നിരപരാധിയാന്ന് അപ്പുണ്ണി അങ്ങ് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എനിക്ക് എന്റെ അമ്മാവനല്ലേ വിശ്വാസ. എന്നാ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല.
പങ്കന്മാരൊന്നുമില്ലല്ലോ രാഷ്ട്രീയക്കാരനല്ലേ. ഈ അഴിമതി അവിഹിതം ഒക്കെ ഇല്ലാത്ത രാഷ്ട്രീയക്കാരില്ലാന്നേ. ദേ സുലു, നീ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് കേട്ടോ. എത്രയോ നല്ല രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ട്, എനിക്കറിയാലോ. മജീദക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാതെ. കുറെ നല്ല രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ പങ്കയമ്മാവൻ അത്ര ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവര് ഈ പാർട്ടി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോവാറില്ലേ? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഇവരെവിടേക്കോ പോയിട്ട് മരം ചുറ്റി പ്രേമമായിരുന്നെന്ന് തോന്നുന്നു. അത് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയല്ല, ഇവർ ഈ വലിയ വലിയ ഹോട്ടലിലൊക്കെ ഹോട്ടലിൽ പോയിട്ട് ഒരു കരിക്ക് വാങ്ങിച്ച് രണ്ടുപേരുടെ 2 സ്ട്രോ ഇട്ട് കുടിച്ചിട്ടുണ്ടാവും. അതെ, അത് തെറ്റിയിരിക്കുന്നു വേണ്ട. അത് അമ്മാവന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടായിരിക്കും ഒരു കരിക്ക് വാങ്ങിണ്ടാവുക. എന്റെ അപ്പുണ്ണി ഒരു കരിക്ക് മേടിച്ചതല്ല ഇവിടുത്തെ വിഷയം. അവരെന്തിനാ 2 സ്ട്രോ ഒരു കരിക്കിലിട്ട് കുടിച്ചു? അത് കുഴപ്പമുണ്ടോ? അവർക്ക് 2 ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചുകൂടായിരുന്നോ? എന്നാ ഇതൊക്കെ കണ്ടിട്ട് വരുമായിരുന്നോ? അപ്പുണ്ണി ദേ നോക്കിക്കേ, ഇവരേതൊക്കെയോ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ദേ സ്കൂട്ടറിലൊക്കെ പോയേക്കുന്ന കണ്ട. പിന്നെ ഏതൊക്കെയോ ചായക്കടയിൽ പോയിരുന്നു ചായ കുടിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുവോ? ചുമ്മാ ഇരുന്ന് മണ്ടത്തരം പറയാതെ. അതൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്ത് വെച്ചേക്കുന്നതാ. അയ്യ, എല്ലാം അങ്ങ് നേരിട്ട് കണ്ട പോലെയാണല്ലോ ഇരുന്ന് പറയുന്നേ. ഹോട്ടലിൽ പോയി കരിക്ക് കുടിക്കാൻ പോയി മരം ചുറ്റി പ്രേമം. ചുമ്മാ മിണ്ടാതിരുന്നോളാം കേട്ടല്ലോ.